ചെറിയ റൂമായിരുന്നു മുകളിൽ. ഒരു സ്റ്റാഫ് ഉണ്ടായിരുന്നു, ലേഡി സ്റ്റാഫാണ് അവിടെ ഉള്ളത്. പിന്നെ പൈസ അടയ്ക്കാൻ വേണ്ടി സ്കൂട്ടർ ഇരിപ്പുണ്ട് അവിടെ. അതിലൊരു ലേഡി സ്റ്റാഫും കൂടെ വന്നിരുന്നു. അവർ രണ്ടുപേർക്കാണ് ഇത് സംഭവിച്ചത്. അല്ല, പൈസ അടയ്ക്കാൻ വന്ന സ്റ്റാഫാണെന്ന് തോന്നുന്നു. വണ്ടി ഇരിപ്പുണ്ട് അവരുടെ സ്കൂട്ടർ. ഒരാളേ ഉള്ളൂ. ഈ ചെറിയ കട ഇതാണ്, ഷോപ്പാണ്, ഇൻഷുറൻസ് കമ്പനിയുടെ. പിന്നെ മൊത്തം ഗ്ലാസ് ഡോറാണത്. നല്ല ഡോറൊക്കെ നല്ല ടൈറ്റാണ്, പെട്ടെന്ന് തുറക്കാൻ പറ്റില്ല. അകത്തുള്ള AC ഒക്കെ മൊത്തം കത്തിയിരിക്കുകയാണ്. AC-യുടെ ഇതാണെന്നാണ് തോന്നുന്നത്. അവർക്ക് നല്ല ദേഹമൊക്കെ നല്ല ഇതായി. രണ്ടുപേരുണ്ട്. എന്നിട്ട് പിന്നെ ഫയർഫോഴ്സ് വന്ന് വെള്ളമൊക്കെ അണച്ചു. സാറും ഉണ്ടായിരുന്നു ഇവിടെ. ഇല്ല, നമ്മൾ വന്ന് കണ്ടപ്പം ഫ്രണ്ടിലുള്ളതെല്ലാം പൊട്ടി ധരിച്ചു. മുകളിലുള്ള കംപ്ലീറ്റ് അടന്ന് വിളുന്ന് ഒക്കെ ഭയങ്കര. അതുകൊണ്ടാണ് ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റാത്തത്. ഭയങ്കര തീപിടുത്തമായിരുന്നു. ആംബുലൻസ് വരുമ്പോൾ തന്നെ ഇവിടെ നാട്ടുകാർ തന്നെ വെള്ളം കോരി ഒരുപാട് പേര് ഇട്ടു, അണച്ചു. പിന്നെ 2 ബോഡി മാത്രം വെളിയെടുത്തു. ആളുടെ ജീവൻ കാണൂല എന്നാണ് തോന്നുന്നത്. അത്രയുള്ള പൊള്ളലായിരുന്നു. അത്ര വല്ലാത്ത അവസ്ഥയായിരുന്നു. വളരെ അവസ്ഥയായിരുന്നു. ഏകദേശം എല്ലാം ദേഹമൊക്കെ കത്തി. അങ്ങനെയാണ് കൊണ്ടുപോയത്. ഫയർഫോഴ്സ് വന്ന് തന്നെ വളരെ പാടുപെട്ട് തന്നെ അണച്ചത്. ഇവിടുന്ന് പൊട്ടി വീഴുന്നത്. നമ്മൾ ആദ്യം ഗ്ലാസ്സാണ് പൊട്ടി വീഴുന്നത്. ഗ്ലാസ് പൊട്ടി വീഴുന്നത് നമ്മൾ ശ്രദ്ധിക്കില്ല, ആരെങ്കിലും പൊട്ടിച്ചതാണോ എന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ പുക വന്നു. അത് കഴിഞ്ഞാണ് തീ പിടിച്ചത്. ഇല്ല, അതിനിടയ്ക്ക് ഈ കടയൊക്കെ അടച്ചു അവർ. നാട്ടുകാരെല്ലാവരും. ആ മെഡിക്കൽ സ്റ്റോർ ഉണ്ടായിരുന്നു, അതും അടച്ചു. അത് ഈ കടയുടെ അടുത്തൂടെ ഇവരെ ഷോറൂം തന്നെ, അതിൻ്റെ തൊട്ടടുത്തൂടെ അതും അവരെ തന്നെയായിരുന്നു. അത് രണ്ടുമാണ് കത്തിയത്. മരിച്ച കൊച്ചിൻ്റെ സഹോദരൻ ഇവിടെ ഉണ്ട്. ഇവിടെ ഉള്ള സ്റ്റാഫിൻ്റെ. പിന്നെ വന്ന ആളിനെ പറ്റി അറിഞ്ഞൂടാ. ക്യാഷ് അടയ്ക്കാൻ വന്നില്ലേ, അതിനെ അറിഞ്ഞു.